Watch full episodes on Jio Hotstar. അവനെ എന്റെ കയ്യിൽ കിട്ടുന്ന പൊടിച്ചു കളയും ഞാൻ. വെൽക്കം വെൽക്കം. എന്റെ പുന്നാര മോനെ. ഹലോ ശിവ. നമസ്കാരം മുത്തച്ഛ. നമസ്കാരം. മുത്തശ്ശി നമസ്കാരം. നമസ്കാരം. കുതിരവണ്ടിയിൽ വരേണ്ടവർക്ക് അതിലിരുന്ന് വരാം. ബാക്കിയുള്ളവർക്ക് ഹോഴ്സ് റൈഡിംഗ് ചെയ്യാം. ഞങ്ങളുടെ ഫാം ഹൗസ് വരേക്കും ഞങ്ങൾ കുതിരപ്പുറത്താ പോണേ. എന്ത് പറ്റി അങ്കിൾ? ഇവിടെ കാർ ഓടില്ലേ? കാർ ഓടും, പക്ഷെ വഴി മുഴുവൻ കുണ്ടും കുഴിയുമാ. കാറിൽ പോകാതിരിക്കാ നല്ലത്. പിന്നെ കുതിരപ്പുറത്ത് ഓടണേന്റെ രസം ഒന്ന് വേറെ അല്ലേ. ശിവ വരുന്നേ, നമുക്ക് ഹോഴ്സ് റൈഡിംഗ് ചെയ്ത് പോവാം. കൂടെ ഞാനും വരും. കണ്ടോ ശിവ, ഞങ്ങളുടെ ഗ്രാമത്തിലെ കാട് എന്തൊരു ഭംഗിയാന്ന്. ഈ വനം അത്ര പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് നോക്ക്, അവിടുത്തെ കാടുണ്ടല്ലോ, ഭയങ്കര ഇരുട്ടാ, അറിയാവോ? മിണ്ടാതിരിക്കാതി. നിന്റെ ഗ്രാമത്തിൽ മുഴുവൻ ഡെസേർട്ടാ. കാട്ടിൽ വന്ന് ബെടയടിക്കലേ. ശിവ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഈ ലഡ്ഡു സിംഗ് പുറകെ തന്നെ വരുന്നുണ്ട് നിങ്ങളെ രക്ഷിക്കാൻ. കുതിര, നീ ഏത് വഴിക്കായി പോണത്? എന്താ ഇതിന് പറ്റിയത്? ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. നീ വേഗം രവേനെ രക്ഷിക്കാൻ നോക്ക്. ശിവ, നല്ല ഗംഭീര ഹോഴ്സ് റൈഡിംഗ് ആണല്ലോ. കൊള്ളാട്ടോ. അതെ, അത് കണ്ടു. എത്ര ഭംഗിയുള്ള മാൻകുട്ടികൾ. മാം, മമ്മിക്കറിയോ ഒരു കാര്യം? ഇന്ന് ശിവ നല്ലോണം ഹോഴ്സ് റൈഡിംഗ് ചെയ്തു. വെരി ഗുഡ് ശിവ. അതെ ഭൂത്നാഥ്, നീ എവിടെയാ? എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരൂ. ഭൂത്നാഥോ? ഇതെന്തോന്ന് പേരാണ്? ആരാണ്? സാറിന് എന്താ വേണ്ടത്? നീ എത്ര പുറകെ വന്ന് പേടിപ്പിക്കുന്നത്? മുന്നിൽ കൂടെ വന്നാ പോരെ. ഇയാളത് എവിടെ പോയി? എന്താ വേണ്ടെന്ന്? എടോ, താൻ എന്തിനാ ഈ പുറകെ വന്നും സൈഡിൽ കൂടെ വന്ന് പേടിപ്പിക്കുന്ന? മുന്നിൽ വന്ന് ചോദിച്ചാ പോരെ. നാളെ നേരം വെളുത്തിട്ട് ഞാൻ നിങ്ങളെ ഒരുപാട് സ്ഥലം കൊണ്ടുപോയി കാണിക്കാം കേട്ടോ. എവിടെ വേണേലും പൊക്കോ, പക്ഷെ ആ കരയണ മലകളുടെ അടുത്തേക്കും പോകാൻ പാടില്ല. ഭൂതനാഥ്, താൻ ഇനി ഈ ക്രൈങ് മൗണ്ടൻസിന്റെ കഥ പറഞ്ഞ് അവരെ പേടിപ്പിക്കല്ലേ. ക്രൈയിങ് മൗണ്ടൻസോ? അതെന്താ? അത് ഞാൻ പറഞ്ഞുതരാം. അവിടെ കൊറേ ഭൂതങ്ങളൊക്കെ ഉണ്ട്. പറയൂ പറയൂ, അവിടുത്തെ കഥകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞോളൂ. ഞങ്ങളെല്ലാരും കേക്കട്ടെ. അങ്ങനെ ഞങ്ങളെ അത്ര പെട്ടെന്നൊന്നും പേടിപ്പിക്കാൻ കഴിയില്ല. പറയാൻ തുടങ്ങിക്കോളൂ. എടോ, താനിങ്ങനെ പിന്നിൽ കൂടെയും സൈഡിൽ കൂടെയും പറയാതെ വന്നിങ്ങനെ എന്തിനാ ഞങ്ങളെ പേടിപ്പിക്കുന്നത്? ഇവിടെ ഒരു ഭാഗത്ത് നിന്ന് തനിക്ക് പറഞ്ഞാ പോരെ. ശരി പോട്ടെ, ഇപ്പൊ തുടങ്ങിക്കോ. യുടെ മമ്മേ, ഇനി ഇവൻ കഥ പറച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ സമയമെടുക്കും. വാ, നമുക്ക് ഇവരുടെ കിടക്കയൊക്കെ ഇനി ശരിയാക്കാം. സാർ, പണ്ടൊരിക്കൽ നടന്ന കഥയാണ് സാർ. ഞാന് അവിടെ ഒരു ജോലിക്കായിട്ട് പോയതാ. ഒരു കൂരിരുട്ട് നിറഞ്ഞ രാത്രിയായിരുന്നു. അവിടെ എങ്ങും
ഒരു മനുഷ്യ കുഞ്ഞു പോലുമില്ലായിരുന്നു. ഒന്ന് മാത്രം, കുറുക്കന്മാരുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളായിരുന്നു. പിന്നെ പെട്ടെന്ന് അവരുടെ ഇടയില് ഒരു ശബ്ദം വരുന്നു. ഓഹോ, എങ്ങനത്തെ ശബ്ദമായിരുന്നു? എടോടോടോ, തനിക്ക് ശബ്ദമൊന്നും ഇല്ലാതെ കഥ പറഞ്ഞോട്. ഇങ്ങനെ കരയുന്ന ശബ്ദങ്ങളൊക്കെ വരും സാറേ. കുറച്ച് കഴിയുമ്പോ ഇതുപോലത്തെ ശബ്ദം പിന്നെ വരും. അതെന്ത് ശബ്ദമായിരുന്നു? എടോ, ഒരു ഭാഗത്ത് അവിടെ ഇരുന്ന കഥ പറയണോ? പറഞ്ഞോ. പിന്നെന്താ സംഭവിച്ചത്? ആരോ കരയായിരുന്നോ? ആരൊക്കെ കരയായിരുന്നു. എന്നിട്ട് കരഞ്ഞിട്ട് കരയിപ്പിക്കുകയായിരുന്നു. ആരൊക്കെ വിശന്നിരിക്കുകയായിരുന്നു. ഭയങ്കരമായിട്ട് പട്ടിണിയായിരുന്നു. ഒരുപക്ഷെ അവർക്ക് എന്നെ തിന്നണമെന്നുണ്ടായിരുന്നു. എന്ത്? അതിന് വിശപ്പുണ്ടായിരുന്നു? അതേന്ന് വിശക്കുന്നുണ്ടായിരുന്നു. അതിന് വിശക്കുമ്പോൾ ഈ ചകചക 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 എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഈ ചപചകന്ന് നടക്കുന്ന ശബ്ദം അങ്ങനെ കേൾക്കും. എന്നിട്ട് പിന്നെ അതിന്റെ 2 കണ്ണുകൾ ചോര പോലെ തിളങ്ങും. ഞാനാടോ കിടക്കാനുള്ള സൗകര്യമൊക്കെ റെഡിയാക്കി. വാരോ, നമുക്ക് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്കാം. ഇന്നെനിക്കൊരു കാര്യം മനസ്സിലായി. ചുള്ളിക്കമ്പുകൾ തമ്മിൽ ഉരച്ചാല് തീ പിടിക്കുന്നുള്ളത്. ഹുദൂദ് ട്രൈബ്സ് ഇവിടെയെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ പൗർണമി രാത്രിയിൽ അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരുമൊത്ത് ഈ നിലാവെളിച്ചത്തിൽ കൂട്ടമായി ഡാൻസ് ചെയ്തേനെ. സാറിന് എന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നുന്നത്. എല്ലാവരും ഫ്രഷായ പൂക്കളെ ആയിരിക്കും വീട്ടിൽ വെക്കണത്. ഈ സാറാണെങ്കിൽ ഉണങ്ങിക്കരിഞ്ഞ പൂക്കളെയും എന്നിട്ട് പറയുന്നു ഇതൊക്കെ വീണ്ടും വിരിയുമെന്ന്. ഉണങ്ങിയ പൂക്കൾ എന്തെങ്കിലും വിരിഞ്ഞിട്ടുണ്ടോ? ഹുദൂദ് ട്രൈബിനെ കിട്ടുകയില്ല, പൂക്കള് വിരിയയില്ല. ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ എവിടെ ചെന്ന് പറയാനാ? എവിടുന്നാണ് പെട്ടെന്നൊരു വെട്ടം? എവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഈ വെട്ടം പെട്ടെന്ന് വീണ്ടും വന്നല്ലോ. ഇനി ഇവിടെ വല്ല ഭൂതങ്ങളുണ്ടോ? എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യല്ലോ. എന്തൊരതിശയം, പൂക്കള് വിരിയുന്നു, പൂക്കള് വിരിയുന്നു. എന്റെ സാറേ, അതിശയം തന്നെ. സാറിത് കണ്ടാ ശരിക്കും ഒന്ന് ഞെട്ടും. അതെ, എവിടെ പോണു? അവിടത്തേക്ക് പോവല്ലേ? ഇങ്ങോട്ട് വരാൻ. സാറേ ഒന്ന് വേഗം വാ. അതെ, പൂക്കള് വിരിഞ്ഞിരിക്കുന്നു. സാറേ വേഗം വാ, ഓടി വാ. അയ്യോ, പൂക്കള് പോവല്ലേ. അതെ സാറേ, പൂക്കള് പോകുന്നു. ഈ രാമു എന്തിനാണാവോ വെറുതെ ഒച്ച വെക്കുന്നത്? എന്താ പറയുന്നേ? പൂക്കൾ വിരിഞ്ഞെന്നോ? ഓ നോ. അതെന്നെ ഞാൻ പോകാൻ വിടില്ല. ഞാനിപ്പോ പിടിക്കും. സാറേ വേഗം വരൂ. എന്താ പറ്റിയത്? സാറേ, അത് പിന്നെ പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കണു. നട്ട ജനല് വഴിയൊക്കെ പറന്നു പോയി. നമ്മൾ അടുത്താൻ തോന്നുന്നു. അവരിവിടെ എങ്ങനെ കാണും? പാൽത്തുറാം, നാളെ വെളുപ്പിന് ഹുദൂദ് ട്രൈബിനെ അന്വേഷിച്ച് ഇവിടുന്ന് പോയേ പറ്റൂ. അതുകൊണ്ട് നീ ചെന്ന് വിവരം അറിയിക്കൽ അവരോട് റെഡിയാവാൻ. ജീവ, ഒരു കാര്യം അറിയോ? ഇങ്ങനത്തെ കാടുകളിൽ ഏലിയൻസ് ഉണ്ടാകും അത്രേ. മനുഷ്യരെങ്ങനെ വന്നു കഴിഞ്ഞാൽ അവര് കടത്തിക്കൊണ്ട് പോകും അത്രേ. ഒന്നും മിണ്ടാതിരിക്കൂടി. എവിടെ പോയാലും ഏലിയൻസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ പറയാൻ. ഒന്നും മിണ്ടാതെ വന്നേ. ഏലിയൻസോ? എനിക്ക് ഏലിയൻസിനൊന്നും പേടിയില്ല. ഇവിടെ ഉണ്ടെങ്കിൽ വരാൻ പറയാ. ഹലോ ഏലിയൻസ്. ഞാനാകെ ക്ഷീണിച്ചു പോയി. ശിവ, ഇവിടെ നമ്മളെ പേടിപ്പിക്കുന്ന സൈസ് ശബ്ദമൊന്നും വരില്ലല്ലേ? നമുക്കൊന്ന് ക്യാമ്പിൽ പോയാലോ? അതാ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. രാത്രി ഭൂതത്തിന്റെ കഥ കേട്ടിരുന്നല്ലോ, അതിന്റെ ശബ്ദമായിരിക്കും.
ഇവിടെ ഉണ്ടായിരുന്ന കല്ല് എവിടെ? ഇപ്പൊ അത് കാണുന്നില്ലല്ലോ. ഇവിടെ എന്തോ ഉണ്ടെന്നേ. ഞാനൊരു കല്ലിന് പുറത്തിരുന്നത് പെട്ടെന്ന് ആ കല്ല് കാണാതെയായി. അതെങ്ങനെ പെട്ടെന്ന് കാണാതാവുക? വരൂ നമുക്ക് നടക്കാം. ശിവ ശിവ, ഇതേ ശബ്ദം തന്നെയാണ് ഇന്നലെ രാത്രി പറഞ്ഞ ഭൂതത്തിന്റെ ശബ്ദം തന്നെ. ലഡു സിംഗ് സാറേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇപ്പൊ ശബ്ദം മാത്രല്ലേ വരുന്നുള്ളൂ. എന്തെങ്കിലും കണ്ടാ മാത്രം പറഞ്ഞാൽ മതി. ലഡു സിംഗ് സാറേ, ഹലോ, എവിടെ പോയി? ലഡു സിംഗ് സാറേ, കൊള്ള ഇവിടെ കിടക്കാണോ? എനിക്ക് ഇങ്ങനെ പേടിക്കല്ലേ? ശിവ ശിവ, ആരവിടെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? ആരാണ് ചെയ്യുന്നത്? ഏലിയൻസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നുണ്ട് അത് ഇവിടെ തന്നെ ഉണ്ട്. ഓ, എന്റെ യൂടി, ഇവിടെ ഏലിയൻസ് ഒന്നും ഇല്ല. നമ്മൾ ആകെ ശബ്ദം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. ആ വച്ച് നമ്മളെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആരായാലും വരട്ടെ. അവരെ പേടിപ്പിക്കാനായിട്ട് വേറെ വല്ല വഴിയുണ്ടോ? അവരെ പേടിപ്പിക്കാനായിട്ട് വേറെ വല്ല വഴിയുണ്ടോ? എന്നാ ഇനി പേടിപ്പിക്കണ്ട, വേറെ വല്ല വഴി നോക്കി ഓടിപ്പിക്കേ. പോത്തേ, നീ അവരെ ഓടിപ്പിക്കൂ. പോത്തേ, നീ അവരെ ഓടിപ്പിക്കൂ. രക്ഷപ്പെട്ടു, ദാ ഒരു പോത്ത് വരുന്നുണ്ട്. Watch India's largest kids library only on Jio Hotstar. Download the app now.